ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും. ദശകം 14. കപിലാവതാരം. ബ്രഹ്മദേവപുത്രനാകും മനു തന്റെ മന്നുന്തരം ബ്രഹ്മരൂപിയായ നിന്നെ സ്തുതിച്ചു വാണു. 71 ചതുർയുഗകാലം മനു നിന്നെ തൊഴുതല്ലോ സുഖമായി കാലം കഴിച്ചു. ബ്രഹ്മദേവൻ തന്റെ ഛായാ സൃഷ്ടിയായ കർദമനോ ബ്രഹ്മനിർദ്ദേശത്താൽ സൃഷ്ടി തൽപരനായി. ബ്രാഹ്മണ പ്രിയനാകുന്ന സുന്ദരനം ഭഗവാനെ അനവധി വർഷക്കാലം ഭജനം ചെയ്തു. തപം ചെയ്ത കർദമനു തപസ്സെല്ലാം അകറ്റുവാൻ താമരപ്പൂക്കളുമായി ഭഗവാനെത്തി. പുഞ്ചിരി പ്രഭചോരിയും സുന്ദരമാം തവരൂപം പൂനീലാവായി കർദമനു പ്രത്യക്ഷമായി. സ്തുതി ചെയ്തു കർദമനും വരം നൽകി ഭഗവാനും ദേവഹൂതി കർദമനു പ്രിയതമയായി. 9 പുത്രിമാരെയും മോക്ഷത്തെയും നൽകി ഭവാൻ കപിലനെന്ന പുത്രനായി അവതരിച്ചു. നാരദമാമുനീന്ദ്രന്റെ പ്രേരണയാൽ മനു തന്റെ ശതരൂപ എന്ന പട്ട മഹിഷിക്കൊപ്പം ദേവഹൂതി എന്ന തന്റെ മകളുമായി സസന്തോഷം കർദമന്റെ സവിധത്തിൽ വന്നു ചേർന്നല്ലോ. വിഷ്ണുവിന്റെ ഭജനത്താൽ സംതൃപ്തനാം കർദമനോ വനിതാരത്നായിടും ദേവഹൂതിയെ സ്വീകരിച്ചു. അവളുടെ ഭക്തിഭാവപൂർണമായ ശുശ്രൂഷയാൽ ഏറെ പ്രസന്നനായി ഭവിച്ചു. ദേവാ നിന്നെ ആരാധിച്ച മഹാത്മ്യത്താൽ കർദമനോ ദേവഹൂതിക്കായി തീർത്തു വിമാനമൊന്ന്. ദിവ്യനാരീ സമേതരായി കർദമനും പത്നീദാനും ദിവ്യഭൂമികളിൽ മതി മറന്നു ചുറ്റി. 100 വർഷക്കാലം ക്രീഡാസുഖങ്ങളനുഭവിച്ചു. രമ്യകളം 9 പുത്രികളുമുണ്ടായി. തപസിനായി കാട്ടിലേക്കു പോകുവാനൊരുങ്ങിയിട്ടും ഭഗവാന്റെ ജന്മത്തിനായി കൊതിച്ചിരുന്നു. കർദമന്റെ വാക്കുകളെ ശിരസാവഹിച്ച പത്നി കരുണാസാഗരനെത്താൻ തപം തുടങ്ങി. ആത്മവിദ്യ ജനങ്ങൾക്കു പകരുവാനായി കൊണ്ടു ആത്മാരാമൻ കപിലനായി അവതരിച്ചു. കപിലമൂർത്തിയാകുന്ന ഗുരുവായൂരപ്പാ ദേവ കർദമനോ കാട്ടിലേക്കു നടന്നു നീങ്ങി. അമ്മയ്ക്കു ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്ന പ്രഭോ അടിയന്റെ രോഗങ്ങളെ തീർത്തു തരേണേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.